യമനിലെ ഹൂതി കേന്ദ്രങ്ങൾ വീണ്ടും ആക്രമിച്ച US ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. 2 ദിവസമായി ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ശക്തമായ ആക്രമണത്തിന് പിന്നാലെയാണിത്. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പെട്രോളിയം ഖനന കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ആക്രമണം നടത്തിയതായി അമേരിക്കൻ സൈനിക വിഭാഗമായ സെൻട്രൽ കമാൻഡ് അറിയിച്ചു. വിവരങ്ങൾ നൽകാനായി ഐസൺ തുടരുന്നുണ്ട്. ഐസൺ, വിശദാംശങ്ങൾ. തീർച്ചയായും മനുഷ്യനെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ യമനിൽ ശക്തമായ ആക്രമണം തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമായി ശക്തമായ ആക്രമണം നടന്നു. ഇന്നലെയും ആക്രമണം നടന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ തുടർച്ചയായി ആക്രമണം നടന്നതിൽ ഏതാണ്ട് ഇന്ന് യമനിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായ ആക്രമണത്തിൽ ഏതാണ്ട് 40ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ മാത്രം നടന്ന ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു എന്നാണ് യമൻ അറിയിക്കുന്നത്. യമനിലെ ഹൂതി വിമത വിഭാഗം അറിയിക്കുന്നത്. ഇത്തരത്തിൽ ശക്തമായ ആക്രമണം കേന്ദ്രീകരിക്കുന്നത് ഹുദൈദ തുറമുഖത്തെയും ആ തുറമുഖവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എണ്ണ ഖനന കേന്ദ്രങ്ങളെയുമാണ് അമേരിക്ക ടാർഗറ്റ് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ടാർഗറ്റ് ചെയ്യുന്നത് ഹൂതി വിമതരുടെ അല്ലെങ്കിൽ ഹൂതി ഭീകര സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്ന ആ സംഘടനയുടെ സാമ്പത്തിക പിന്തുണ അല്ലെങ്കിൽ സാമ്പത്തിക ശേഷി തകർക്കുക എന്ന കൃത്യമായ ഒരു ലക്ഷ്യത്തോടെ തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് നീക്കങ്ങൾ ഉണ്ടാകുന്നത്. ശക്തമായ സൈനിക നടപടി ഇനിയും തുടരുമെന്ന് അറിയിക്കുന്നുണ്ട്. മാത്രമല്ല, മറ്റൊരു സുപ്രധാന വിഷയം, യമനിലെ വ്യവസ്ഥാപിത സർക്കാർ അമേരിക്കയുടെ ആക്രമണങ്ങളെ അനുകൂലിക്കുന്നുമുണ്ട്. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.